ഹായ് ഫ്രണ്ട്സ്, ഭൂനി അനലിറ്റിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മെഷീൻ ലേണിങ്ങിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ക്ലാസ് നമ്പർ 2 നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതിൽ എന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെ കവർ ചെയ്യുന്നത് വെച്ചാൽ ഓവർവ്യൂ ഓഫ് Car24 ഡാറ്റ. Car24 ഡാറ്റൻ്റെ ഓവർവ്യൂ നമ്മൾ കവർ ചെയ്യും. അതേപോലെ തന്നെ Car24 ഡാറ്റ റെഫർ ദ വെഹിക്കിൾ റീസെയിൽ ഡാറ്റ സെറ്റ് ആണ്. ഓക്കെ, ലൈക്ക് വൺ യൂസ്ഡ് ബൈ Car24 ഓർ കാർഡേക്കോ. ഇത് രണ്ട് ആപ്പിൻ്റെ പേര്, മീൻസ് ആപ്പാണ്. അത് യൂസ് ചെയ്ത ഡാറ്റ സെറ്റാണ്. കണ്ടെയ്ൻഡ് ആട്രിബ്യൂട്ട് ലൈക്ക് ഏതൊക്കെ ഉണ്ട്? കാർ ബ്രാൻഡ് ഉണ്ടാവും, മോഡല്, കാർ ഇയർ ഓഫ് മാനുഫാക്ചർ, സെല്ലിംഗ് പ്രൈസ്, കിലോമീറ്റർ ഡ്രിവൺ, ഫ്യൂവൽ ടൈപ്പ്, ട്രാൻസ്മിഷൻ, ഓണർ ടൈപ്പ്, എക്സെട്ര. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഡാറ്റ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? പ്രൊഡിക്റ്റിംഗ് ദ റീസെയിൽ പ്രൈസ് പ്രൊഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. മോഡ് ലൈക്ക് ലീനിയർ റിഗ്രഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ലീനിയർ റിഗ്രഷൻ മീൻസ് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ കുറച്ച് സൂപ്പർവൈസ്ഡ് ലേണിംഗ് ബേസ്ഡ് ലേണിംഗ് ആൻഡ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്. അപ്പോൾ ഈ സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഇതിൽ എന്തൊക്കെയാണ്? സൂപ്പർവൈസ്ഡ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, മനസ്സിലാക്കാൻ എന്തില്ല. ഈ നമുക്ക് ഇൻപുട്ട് ഉണ്ടാവും. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് എക്സ്, അതുപോലെ വൈ ഔട്ട്പുട്ട്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഉണ്ടെങ്കിൽ അതിനാണ് സൂപ്പർവൈസ്ഡ് ലേണിംഗിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അഥവാ ലേബിൾഡ് ഡാറ്റയാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഉണ്ടാകുന്നത്. എന്നാൽ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിൽ എന്താ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അൺലേബിൾഡ് ഡാറ്റയാണ്. ഓക്കെ, ഈ അൺലേബിൾഡ് ഡാറ്റയിൽ എന്തുണ്ടാവില്ല? ഔട്ട്പുട്ട് ഉണ്ടാവില്ല. ഔട്ട്പുട്ട് നോട്ട് ഓൺലി ഇൻപുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? ഇതാണ്. അപ്പം നമ്മൾ ഇവിടെ ഇതിൽ തന്നെ ഈ സൂപ്പർവൈസ്ഡ് ലേണിങ്ങിന് രണ്ട് രീതിയിൽ നമുക്ക് അനാലിസിസ് ചെയ്യാം. ഒന്ന് റിഗ്രഷൻ ടൈപ്പും, രണ്ടാമത്തേത് ക്ലാസിഫിക്കേഷൻ ടൈപ്പ്. ഇങ്ങനെ രണ്ട് ടൈപ്പിൽ നമുക്ക് എന്താക്കാം? സൂപ്പർവൈസ്ഡ് ലേണിങ്ങിന് നമുക്ക് അനാലിസിസ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ നെക്സ്റ്റ് നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു ലേബിൾഡ് ഡാറ്റ ആണ്. ലേബിൾഡ് ഡാറ്റ ആണ് എന്തിൽ? സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൽ റിഗ്രഷൻ ടൈപ്പ്. സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൽ ലേബിൾഡ് ഡാറ്റയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ലേബിൾ ഡാറ്റ മീൻസ് പറഞ്ഞാൽ ഇൻപുട്ട് ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ഉണ്ടാവും. ഔട്ട്പുട്ടിനെ നമ്മൾ ഈ മെഷീൻ ലേണിങ്ങിൽ ടാർഗറ്റ് എന്നാണ് പറയുന്നത് കേട്ടോ, ടാർഗറ്റ്. ഓക്കെ, എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഫോർ കാർ റീസെയിലിന് യൂസ് ചെയ്യുന്ന Car24 ഡാറ്റ നമ്മൾ യൂസ് ചെയ്തിട്ട് 24 ഡാറ്റ യൂസ് ചെയ്തിട്ട് കാർ റീസെയിലിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻപുട്ട് ഫീച്ചർ ആണ്. ഇൻപുട്ട് ഫീച്ചർ ഏതൊക്കെയാണ്? മോഡൽ ഉണ്ടാവും. മോഡൽസ് ലൈക്ക് ഹോണ്ട സിറ്റി, ഇയർ 2017. ഇതൊക്കെ എക്സാമ്പിൾ പറയാം. കിലോമീറ്റർ ഡ്രിവൺ 30,000. ഓക്കെ, ലേബിൾഡ് മീൻസ് അതുപോലെ ഇതിനെ നമ്മൾ ലേബിൾ ഡാറ്റേനെ ടാർഗറ്റ് ഡാറ്റ എന്നാണ് മെഷീൻ ലേണിംഗ് പറയുന്നത്. ലേബിൾ. അപ്പം അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? നമ്മൾ 6.5 lakh. ഇതാണ് ലേബിൾഡ് ഡാറ്റ. അത് ഔട്ട്പുട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? അൺലേബിൾഡ് ഡാറ്റ നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അൺലേബിൾഡ് ഡാറ്റ അൺസൂപ്പർവൈസ്ഡ് ലേണിങ്ങിലാണ് നമ്മൾ അൺലേബിൾഡ് ഡാറ്റ ഉപയോഗിക്കുന്നത്.
ലേണിങ്ങിലാണ് നമ്മൾ അൺസൂപ്പർവൈസ്ഡ് ലേണിങ്ങിലാണ് അൺലേബിൾഡ് ഡാറ്റ യൂസ് ചെയ്യുന്നത്. അൺലേബിൾഡ് ഡാറ്റ മീൻസ് നിങ്ങൾ അൺലേബിൾഡ് ഡാറ്റ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം ഇൻപുട്ട് ഉള്ളി, മനസ്സിലായില്ലേ? ഇൻപുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, വിത്തൗട്ട് കറക്റ്റഡ് ഔട്ട്പുട്ട് ഓർ ലേബൽ. എക്സാമ്പിൾ ഏതൊക്കെയാണ്? മോഡൽ മാരുതി സ്വിഫ്റ്റ്, ഇയർ 2016, കിലോമീറ്റർ ഡ്രിവൺ 45,000. യൂസ്ഡ് ഇൻ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ലൈക്ക് ക്ലസ്റ്ററിങ്. അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവമാണ് ക്ലസ്റ്ററിങ്, അനോമലി ഡിറ്റക്ഷൻ എക്സെട്ര. ഓക്കെ, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കും. അപ്പോൾ ഈ സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൽ നമ്മൾ സൂപ്പർവൈസ്ഡ് ലേണിംഗ് ഇതിന് തന്നെ രണ്ട് രീതിയിൽ നമുക്ക് ലേണിംഗ് ഉണ്ട്. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, എന്ത് ക്ലാസിഫിക്കേഷൻ സെക്കൻഡ് വണ് റിഗ്രഷൻ. ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇത് ക്ലാസിഫിക്കേഷൻ മെത്തേഡിൽ നമ്മൾ എങ്ങനെ എന്ന് വെച്ചാൽ ഇത് എല്ലാം ഔട്ട്പുട്ട് എന്നുള്ളത് കണ്ടിന്യൂസ് ആയിരിക്കില്ല. അഥവാ 1, 2, 3 അല്ലെങ്കിൽ യെസ് ഓർ നോ ഇങ്ങനത്തെ ഔട്ട്പുട്ട് വരികയാണെങ്കിൽ ഈ നമുക്ക് ക്ലാസിഫിക്കേഷൻ ടെക്നിക്കാണ് നമ്മൾ യൂസ് ചെയ്യുക. എന്നാൽ റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് കണ്ടിന്യൂസ് ആയിരിക്കും. കണ്ടിന്യൂസ് ഔട്ട്പുട്ട് ആണെങ്കിൽ നമ്മൾ റിഗ്രഷൻ ടൈപ്പാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിൽ സാലറി, ഒരു ഫേമിൻ്റെ സാലറി, വർക്കേഴ്സിൻ്റെ സാലറി കണ്ടുപിടിക്കാൻ എന്താ 10,000 ആവാം. ഉദാഹരണത്തിൽ 10,000, 10,000.01 ആവാം, 10,000.001 ആവാം, ഇത് എത്രയാവാമല്ലോ. അപ്പം അങ്ങനത്തെ അനാലിസിന് വേണ്ടിയിട്ട് നമ്മൾ റിഗ്രഷൻ മോഡലാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ക്ലാസിഫിക്കേഷൻ, ഇപ്പോൾ ഉദാഹരണത്തിൽ സ്പാം ഓർ നോട്ട്, ഇമെയിൽ സ്പാം അല്ലെങ്കിൽ ഓർ നോട്ട്, ഇതിൽ 2 ഔട്ട്പുട്ട് ഉള്ളൂ, അല്ലെങ്കിൽ സ്പാം അല്ലെങ്കിൽ നോട്ട്. അപ്പോൾ കാറ്റഗോറിക്കൽ ഔട്ട്പുട്ടിന് നമ്മൾ ക്ലാസിഫിക്കേഷൻ ടൈപ്പ് യൂസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡാറ്റ അനോട്ടേഷൻ. Data annotation is the process of adding label to data. നമുക്ക് ഇതിന് ലേബൽ ഇല്ലാത്ത ഡാറ്റകൾക്ക് ലേബൽ ആഡ് ചെയ്ത് കൊടുക്കുന്ന പരിപാടിക്കാണ് ഡാറ്റ അനോട്ടേഷൻ എന്ന് പറയാം. എക്സാമ്പിൾ ഏതാണ്? ടാഗ് ഇൻ ഇമേജ് വിത്ത് കാർ. ഇമേജിന് കാറാണെങ്കിൽ കാർ എന്ന് കുറിച്ച്. ടാഗിങ് ഇമേജ് വിത്ത് കാർ. അപ്പോൾ ഇതെങ്ങനെ എക്സാമ്പിൾ ഇമേജിന് നമുക്ക് എന്താക്കാം, അനോട്ടേഷൻ ആണല്ലോ നമ്മൾ പറയുന്നത്. ഇമേജസിനെ ടാഗ് ചെയ്യുക, ഇങ്ങനെ കാറ്, ട്രക്ക് എന്നുള്ള രീതിയിൽ ടാഗ് ചെയ്താൽ അത് നമുക്ക് ലേബിൾഡ് ഡാറ്റ ആക്കാൻ കഴിയും. ഓക്കെ, ലേബലിംഗ് കാർ ഫീച്ചേഴ്സ് വിത്ത് ആക്ച്വൽ സെല്ലിംഗ് പ്രൈസ്. ആക്ച്വൽ സെല്ലിംഗ് പ്രൈസ്, ലേബലിംഗ് കാർ ഫീച്ചേഴ്സിന് ആക്ച്വൽ സെല്ലിംഗ് പ്രൈസ് ആയിട്ട് ലേബൽ ചെയ്യുക. ടൂൾ ലൈക്ക് CVAT ആൻഡ് ലേബൽ ബോക്സ് ആൻഡ് VGG ആർ ഓപ്പൺ യൂസ്ഡ് ഫോർ ഇമേജ് ഓർ ടെക്സ്റ്റ് ഡാറ്റ അനോട്ടേഷന് യൂസ് ചെയ്യുന്ന ടൂൾസ് ആണ് ഏത്? CVAT ആൻഡ് ലേബൽ ബോക്സ്, VGG. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഗോൾ ഓഫ് മെഷീൻ ലേണിംഗ് ആണ്. മെഷീൻ ലേണിങ്ങിൻ്റെ ഗോൾസ് എന്താണ്? നമുക്ക് ഗോൾ ഓഫ് മെഷീൻ ലേണിംഗ് ഗോൾസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ പോവുക. ബിൽഡ് എ മോഡൽ ദാറ്റ് ക്യാൻ ബി ലേൺ ഫ്രം പാസ്റ്റ് ഡാറ്റ. അപ്പോൾ നമ്മൾ മുൻകഴിഞ്ഞ ഡാറ്റകളിൽ നിന്ന് ലേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെഷീൻ ലേണിംഗ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതിന് മേക്ക് എ പ്രഡിക്ഷൻ. പാസ്റ്റ് ഡാറ്റയിൽ നിന്ന് ലേൺ ചെയ്താൽ മാത്രം പോരാ, പിന്നെ പ്രഡിക്ഷൻ ചെയ്യണം.
ഓർ ഡിസിഷൻ മേക്കിംഗ് എടുക്കണം. എങ്ങനെ? ഓൺ ന്യൂ ആൻഡ് അൺസീൻ ഡാറ്റ. നമ്മൾ കാണാത്ത ഡാറ്റകൾ വരികയാണെങ്കിൽ അത് അതിൻ്റെ പ്രൊഡിക്ഷൻ എടുക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം, നമ്മളെ ചെറിയ കുട്ടികളുണ്ടല്ലോ, ഈ ചെറിയ കുട്ടിക്ക് നമ്മൾ ഇവിടെ ആദ്യം നമ്മൾ ഒരു ആപ്പിള് കാണിച്ചു കൊടുക്കും, പിന്നെ ഒരു ഫിഷ് കാണിച്ചു കൊടുക്കും, പിന്നെ അതേപോലെ തന്നെ ഒരു ഓറഞ്ച് കാണിച്ചു കൊടുത്തു, പിന്നെ ഓക്കെ ഇത്ര സാധനങ്ങൾ കാണിച്ചു കൊടുത്തു കുട്ടീനോട് നോക്കാൻ വേണ്ടി പറഞ്ഞു. പിന്നെ കുട്ടി മൂന്നും നോക്കിയിട്ട് ഇത് ആപ്പിളാണ്, ഇത് ഫിഷാണ്, ഇത് ഓറഞ്ചാണ് എന്ന് പറഞ്ഞു. പിന്നെ ഈ 3 ഡാറ്റകൾ നമ്മൾ ഒഴിവാക്കി. പിന്നെ ഈ കുട്ടീനോട് തന്നെ ഇവിടെ വേറെ ഒരു സാധനം നമ്മളൊരു പേരൊക്കെ കൊണ്ടുപോയിട്ട് ഇവിടെ വെച്ച്. അപ്പോൾ കുട്ടീനോട് നോക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ പേരയ്ക്ക് കൊണ്ടുപോയി വെച്ച്. അതേപോലെ തന്നെ പിന്നെ വേറൊരു, ഇത് ഗ്രീൻ ആപ്പിളായിരുന്നു. പിന്നെ ഇവിടെ കൊണ്ടുപോയി വെക്കുക. രണ്ടാമത്തെ കാണിക്കുന്നത് റെഡ് സാധാ നോർമൽ ആപ്പിള് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഈ കുട്ടി ഇത് കണ്ടിട്ട് ഇത് ആപ്പിളാണെന്ന് കുട്ടിക്ക് തിരിച്ചറിയുകയാണെങ്കിൽ, അപ്പോൾ ഈ ഏകദേശം അതിൻ്റെ ഷേപ്പൊക്കെ നോക്കിയിട്ട് കളർ മാത്രം ചേഞ്ച് അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കുട്ടിക്ക് അത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ, അപ്പോൾ ഈ കുട്ടി എന്തായി, ഈ ആദ്യം കാണിച്ചു കൊടുത്ത ഡാറ്റയിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് പുതിയൊരു സാധനം വരുമ്പോൾ ആ ഡിസിഷൻ എടുക്കുക. ഇത് കുട്ടി പറയും ആപ്പിളും അല്ല, അതേപോലെ ഫിഷും അല്ല, ഓറഞ്ചും അല്ല എന്ന്. കാരണം ഇത് തേങ്ങയാണ് കൊണ്ടുവച്ചത്. തേങ്ങ കുട്ടിക്ക് അറിയില്ലെങ്കിൽ, കുട്ടിക്ക് ആദ്യം കണ്ടിട്ടില്ലെങ്കിൽ കുട്ടി പറയും ഇത് 3 അല്ല എന്ന് പറയും. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് എടുക്കുന്നതിനാണ്, അതാണ് മെഷീൻ ലേണിങ്ങിൻ്റെ ഗോള്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എക്സാമ്പിൾ, പ്രൊഡിക്റ്റ് കാർ പ്രൈസ്. നമ്മൾ കുറേ കാറിനെ കാണിച്ചു കൊടുത്താൽ അതിൻ്റെ പ്രൈസ് ഇന്നതാണ് എന്ന് പറയും. ഓക്കെ. അപ്പോൾ എന്നിട്ട് പുതിയൊരു കാർ വരുമ്പോൾ അതിൻ്റെ ഡാറ്റകൾ അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ മോഡൽ, അതേപോലെ തന്നെ അതിൻ്റെ കിലോമീറ്റർ, ഓടിയ കിലോമീറ്റർ, അതെല്ലാം മനസ്സിലാക്കിയിട്ട് പുതിയ കാറിൻ്റെ ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിനൊരു പ്രൈസ് ഇടും. അതൊക്കെ അതിൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ. പിന്നെ ക്ലാസിഫൈ സ്പാം ഇമെയിൽ, നോട്ട് സ്പാം ഇമെയിൽ. ഓക്കെ. ഡിറ്റക്ട് ദ ഫ്രോഡ് ആൻഡ് ട്രാൻസാക്ഷൻ. ഈ ഫ്രോഡ് ട്രാൻസാക്ഷന് മനസ്സിലാക്കാനുള്ള ബാങ്കിങ് ഇൻഡസ്ട്രിയിലൊക്കെ യൂസ് ചെയ്യുന്ന ഇതെല്ലാം അതിൻ്റെ എക്സാമ്പിളാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ലീനിയർ റിഗ്രഷൻ ഇൻട്രൊഡക്ഷൻ. ലീനിയർ റിഗ്രഷൻ ഈസ് സൂപ്പർവൈസ്ഡ്, ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. സൂപ്പർവൈസ്ഡ് ലേണിംഗ് അൽഗോരിതത്തിൽ യൂസ് ചെയ്യുന്നതാണ് ലീനിയർ റിഗ്രഷൻ. യൂസ് ഫോർ പ്രഡിക്റ്റിംഗ് കണ്ടിന്യൂസ് വാല്യൂസ്. റിഗ്രഷന് ഞാൻ നേരത്തെ പറഞ്ഞു, കണ്ടിന്യൂസ് വാല്യൂ പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ക്ലാസിഫിക്കേഷന് നമ്മൾ ഡിസ്ക്രീറ്റ് വാല്യൂ പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഇത് ഫൈൻഡ് ദ ലീനിയർ റിഗ്രഷൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ, ഇതിൻ്റെ ഇക്വേഷൻ ഇതാണ്. ടാർഗറ്റ് y is equal to w1 x1 plus w2 x2 etc wn xn plus b. Okay. ഇതിൻ്റെ ഫൈനൽ ഇക്വേഷൻ ഇങ്ങനെ വരുന്നത്, y is equal to w1 x1 plus w2 x2 plus wn x plus b. ഓക്കെ. ഉദാഹരണത്തിന് ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പ്രഡിക്റ്റിംഗ് സെല്ലിംഗ് പ്രൈസ് ബേസ്ഡ് ഓൺ ദ കിലോമീറ്റർ ഡ്രിവൺ, കാർ ഏജ് എക്സെട്ര. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ ക്ലാസിഫിക്കേഷനും അതേപോലെ തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ക്ലാസിഫിക്കേഷൻ ആൻഡ് റിഗ്രഷൻ ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫീച്ചേഴ്സ്, ഇതിൽ ഫീച്ചേഴ്സാണ്.
ഓക്കെ, ഇത് ക്ലാസിഫിക്കേഷൻ, ഇത് റിഗ്രഷൻ. ഫസ്റ്റ് ഫീച്ചർ ഡെഫിനിഷൻ ആണ് പ്രഡിക്റ്റ് കാറ്റഗറി ഓർ ലേബൽ. ഇത് റിഗ്രഷൻ ആണെങ്കിൽ കണ്ടിന്യൂസ് വാല്യൂ. ഓക്കെ, ഇത് ഡിസ്ക്രീറ്റ് വാല്യൂ പ്രഡിക്റ്റ് ചെയ്യണേ. ഔട്ട്പുട്ട് ടൈപ്പ് ഒന്നെങ്കിൽ ഡിസ്ക്രീറ്റ് ടൈപ്പ് ആയിരിക്കും, ദാറ്റ് മീൻസ് യെസ് ഓർ നോ, അല്ലെങ്കിൽ സാം ഓർ നോട്ട് സ്പാം, അല്ലെങ്കിൽ 1 or 0. കണ്ടിന്യൂസ് ആണ്, കാരണം പ്രൈസ്, ടെമ്പറേച്ചർ, സാലറി ഇതെല്ലാം കണ്ടിന്യൂസ് ആണ്. അൽഗോരിതം യൂസ് ചെയ്യുന്ന ലോജിസ്റ്റിക് റിഗ്രഷൻ യൂസ് ചെയ്യും. ഡിസിഷൻ ട്രീ ഉണ്ട്, റാൻഡം ഫോറസ്റ്റ് ഉണ്ട്, SVM. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരും ക്ലാസ്സുകളിൽ പഠിക്കും. ഓക്കെ, ലീനിയർ റിഗ്രഷന് റിഗ്രഷനിൽ യൂസ് ചെയ്യുന്ന ലീനിയർ റിഗ്രഷന്, ഡിസിഷൻ ട്രീ റിഗ്രഷന്, SVR സപ്പോർട്ട് വെക്ടർ റിഗ്രഷൻ. ഓക്കെ, യൂസ് കേസ് എക്സാമ്പിൾ അതൊക്കെയാണ്. ഇമെയിൽ സ്പാം ഡിറ്റക്ഷൻ ഇത് യൂസ് ചെയ്യുന്നു, ഡിസീസ് ഡയഗ്നോസിസിന് യൂസ് ചെയ്യുന്നു, ഇമേജ് ക്ലാസിഫിക്കേഷന് യൂസ് ചെയ്യുന്നു. ഇത് പ്രൊഡിക്റ്റിംഗ് ഹൗസ് പ്രൈസ് അഥവാ ഫോർകാസ്റ്റിംഗ് സെയിൽസ്, എസ്റ്റിമേറ്റിംഗ് ടെമ്പറേച്ചർ, ഇതിനൊക്കെയാണ് റിഗ്രഷൻ മോഡൽ യൂസ് ചെയ്യുന്നത്. ഇവാലുവേറ്റ് മെട്രിക്സ്, ആക്യുറസി, പ്രിസിഷൻ, റീകാൾ, F1 സ്കോർ, ROC, AUC, ഇതൊക്കെ നമ്മൾ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നോക്കും. പക്ഷേ റിഗ്രഷനിൽ നമ്മൾ അതിൻ്റെ ഇവാലുവേഷൻ മെട്രിക്സ് മീൻസ് നമ്മൾ ഒരു മെട്രിക്സിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇപ്പം പ്രീമിയം കാർ ആണെങ്കിൽ നമ്മൾ ഒരു 15 ലക്ഷത്തിൻ്റെ ഒരു 20 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ അത് പ്രീമിയം കാർ എന്ന് പറയും. അപ്പോൾ ആ ഒരു 25 ലക്ഷം ഒരു 25 ലക്ഷം നമ്മളൊരു ബേസ് വാല്യൂ ആക്കുന്നില്ല, അതാണ് അതിൻ്റെ മെട്രിക്സ്. ഉദാഹരണം പറഞ്ഞത്. അതേപോലെ മെഷീൻ ലേണിംഗിൽ ഒരുപാട് മെട്രിക്സ് ഉണ്ട്, അതാണ് ഈ ആക്യുറസി, പ്രിസിഷൻ, റീകാൾ, F1 സ്കോർ, ROC, AUC ഒക്കെ. ഇതിൽ ക്ലാസിഫിക്കേഷൻ ടൈപ്പ് എക്സാമ്പിളിൽ. ഓക്കെ, എന്നാൽ റിഗ്രഷൻ ആകുമ്പോൾ മീൻ സ്ക്വയർ എറർ ആവും, അതോ MSE എന്ന് പറയും, മീൻ അബ്സല്യൂട്ട് എറർ, MAE, പിന്നെ R സ്ക്വയർ. ഓക്കെ, ടൈപ്പ് ഓഫ് പ്രോബ്ലം സൂപ്പർവൈസ്ഡ് ലേണിംഗ് അതോ കാറ്റഗറിക്കൽ ഔട്ട്പുട്ട് ആയിരിക്കും. സൂപ്പർവൈസ്ഡ് ലേണിംഗ് തന്നെയാണ്, പക്ഷേ ന്യൂമറിക്കൽ ഔട്ട്പുട്ട് ആയിരിക്കും. ഇതിൻ്റെ സമ്മറി എന്ന് പറഞ്ഞാൽ, ഇഫ് ദ ടാർഗറ്റ് ഔട്ട്പുട്ട് ഈസ് ലേബിൾഡ് ഓർ ക്ലാസ്, ടാർഗറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്ന സാധനമാണ് മെഷീൻ ലേണിംഗ് ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ലേബൽഡോ അല്ലെങ്കിൽ ക്ലാസ് ടൈപ്പ് ആണെങ്കിൽ അതിന് ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത്. എന്നാൽ ഈ സെയിം ഔട്ട്പുട്ട് അല്ലെങ്കിൽ ടാർഗറ്റ് എന്നുള്ളത് നമ്പർ ആണെങ്കിൽ ഇതിന് റിഗ്രഷൻ പ്രോബ്ലം എന്ന് പറയുന്നു. ഓക്കെ, നെക്സ്റ്റ് ലീനിയർ റിഗ്രഷൻ ഇംപ്ലിമെൻറ്റേഷൻ. ലീനിയർ റിഗ്രഷൻ ഇംപ്ലിമെൻറ്റേഷനിൽ നമ്മൾ usually done with Python using library like scikit-learn യൂസ് ചെയ്തിട്ടാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാറ്. ഓക്കെ, ഫ്രം scikit-learn dot linear underscore model import linear regression, ഇങ്ങനെ കൊടുത്തിട്ട് നമ്മൾ അതിനെ ഇമ്പോർട്ട് ചെയ്യും, ആ മോഡൽ ലൈബ്രറിനെ ഇമ്പോർട്ട് ചെയ്യും. ദെൻ മോഡൽ ഈക്വൽ ടു ലീനിയർ റിഗ്രഷൻ കൊടുക്കും. ദെൻ മോഡൽ ഡോട്ട് ഫിറ്റ് എക്സ് ട്രെയിന് വൈ ട്രെയിന് കൊടുക്കും. പിന്നെ പ്രഡിക്ഷൻ ഏതൊക്കെയാണ്? പ്രഡിക്ഷൻ ഇസ് ഈക്വൽ ടു മോഡൽ ഡോട്ട് പ്രഡിക്റ്റ് എക്സ് ടെസ്റ്റ്, വേർ എക്സ് ട്രെയിൻ ഇതൊരു ഫീച്ചർ അഥവാ കാർ ഡാറ്റ ആയിരിക്കും, വൈ ട്രെയിൻ ഇസ് ലേബൽ അഥവാ സെല്ലിംഗ് പ്രൈസ് ആയിരിക്കും. അങ്ങനെയാണ് ലീനിയർ റിഗ്രഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇവാലുവേഷൻ മെട്രിക്സ് ഫോർ റിഗ്രഷൻ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്ത യൂസ് ടു മെഷർ മോഡൽ പെർഫോമൻസ്. കോമൺ വൺസ് ആർ MAE അഥവാ മീൻ അബ്സല്യൂട്ട് എറർ അഥവാ ആവറേജ് അബ്സല്യൂട്ട് ഡിഫറൻസ് ആണ് മീൻ അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത്. MSE മീൻ സ്ക്വയർ എറർ അഥവാ ആവറേജ് സ്ക്വയർ ഡിഫറൻസ്. RMSE അഥവാ റൂട്ട് മീൻ സ്ക്വയർ എറർ, റൂട്ട് മീൻ സ്ക്വയർ എറർ. പിന്നെ R സ്ക്വയർ അഥവാ കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ, മെഷർ ഹൗ വെൽ പ്രഡിക്ഷൻ മാച്ച് ആക്ച്വൽ വാല്യൂ, closer to 1 is better. ഇത് നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് നമുക്കത് ഓരോ മോഡൽ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് നോക്കാം. സമ്മറി നമ്മൾ എന്തൊക്കെയാണ് ഈ വീഡിയോയിൽ പഠിച്ചത്. അന്ന് കൺസെപ്റ്റ് കാർ 24 ഡാറ്റ, അതിൻ്റെ റിയൽ കാർ റീസെയിൽ ഡാറ്റ നമ്മൾ നോക്കി. ലേബൽ ഡാറ്റ അഥവാ
ലേബൽ ഡാറ്റ ഡാറ്റ ഇൻപുട്ട് പ്ലസ് ഔട്ട്പുട്ട് ഉണ്ടെങ്കിൽ അതിനെ ലേബൽ ഡാറ്റ എന്ന് പറയും. അൺലേബിൾഡ് ഡാറ്റ പറഞ്ഞാൽ ഇൻപുട്ട് ഡാറ്റ മാത്രമേ ഉണ്ടാവുള്ളൂ, ഔട്ട്പുട്ട് ഉണ്ടാവില്ല. ഡാറ്റ അനോട്ടേഷൻ നമ്മൾ പറഞ്ഞു, പ്രോസസ്സും ലേബലിംഗ് ഡാറ്റ അല്ലേ, ലേബൽ ചെയ്യുന്ന പരിപാടിക്കാണ് ഡാറ്റ അനോട്ടേഷൻ എന്ന് പറയുന്നത്. പിന്നെ ML ഗോൾ നമ്മൾ പറഞ്ഞു, പ്രിഡിക്റ്റ് ഒരു ക്ലാസിഫൈ ക്ലാസിഫൈ യൂസിങ് ലേൺഡ് പാറ്റേൺ. ഒരു കാര്യം നമ്മൾ പഠിച്ചാണ് അതിനനുസരിച്ച് ഫ്യൂച്ചർ വരുന്ന കാര്യങ്ങൾ അത് പ്രിഡിക്റ്റ് ചെയ്യുക, അതാണ് മെഷീൻ ലേണിങ്ങിൻ്റെ ബേസിക് ഗോൾ. ലീനിയർ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു, പ്രിഡിക്റ്റ് കണ്ടിന്യൂസ് ടാർഗറ്റ് യൂസിങ് ലീനിയർ ഇക്വേഷൻ. ഓക്കെ, ഇംപ്ലിമെൻറ്റേഷൻ പറഞ്ഞു, യൂസിങ് ലൈബ്രറി ലൈക്ക് സൈക്കിൾ ലേൺ. ഇതൊക്കെ നമ്മൾ സൈക്കിൾ ലേണിൽ കൊളാബിൽ എങ്ങനെ ചെയ്യുന്നതൊക്കെ തുടർന്നുള്ള വീഡിയോ നമ്മൾ പഠിക്കും കേട്ടോ. ഇവാലുവേഷൻ മെട്രിക്സ്, MAE മീൻ അബ്സല്യൂട്ട് എറർ, MSE മീൻ സ്ക്വയർ എറർ, RMSE റൂട്ട് മീൻ സ്ക്വയർ എറർ, സ്ക്വയർ ഫോർ മോഡൽ ഇക്വാളിറ്റി, ഇതെല്ലാം നമ്മൾ ഓക്കെ. അപ്പോൾ ക്ലസ്റ്ററിങ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇമാജിൻ 100 million ആമസോൺ കസ്റ്റമർ വിത്ത് ഫീച്ചേഴ്സ് ലൈക്ക് ലൊക്കേഷൻ, ആവറേജ്, ഡോളർ വാല്യൂ ആസ് പെർ പർച്ചേസ്. അപ്പോൾ ഇതിൻ്റെ ക്ലസ്റ്റർ ചെയ്യാൻ ഒരു 100 million ആമസോൺ യൂസർ ഉണ്ടെങ്കിൽ അപ്പോൾ അവരെ ഓരോ ലൊക്കേഷൻ ബേസ്ഡ് ഒരു ടീമാക്കുക, ആവറേജ് ബേസ്, ആവറേജ് ഓഫ് ഡോളേഴ്സ്, ആവറേജ് ഓഫ് പർച്ചേസിങ് പവർ, ആവറേജ് ഓഫ് സെല്ലിംഗ് ആവറേജ് ഓഫ് പർച്ചേസ് പവർ, ഡോളർ വാല്യൂ പെർ പർച്ചേസ്. അതിനൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് അവരെ ഗ്രൂപ്പ് ഓഫ് ആക്കുന്ന പരിപാടിക്കാണ് ക്ലസ്റ്ററിങ് എന്ന് പറയുന്നത്. ഇതെന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെ ക്ലസ്റ്റർ രൂപത്തിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ഓഫറൊക്കെ വരുമ്പോൾ ക്ലസ്റ്റർ ബേസ്ഡിൽ അവർക്ക് എന്താക്കിയെടുക്കാം, ഓഫറിനെ ഡിസ്പ്ലേയിൽ ആമസോൺ ഓപ്പൺ ചെയ്യുമ്പോൾ അവർക്ക് അതിൻ്റെ പരസ്യങ്ങൾ വരിക, അങ്ങനെ രീതിയിലൊക്കെ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെ ക്ലസ്റ്ററിങ്. അപ്പോൾ അത്രയാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പം എന്തെങ്കിലും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ പുതിയൊരു വീഡിയോ വരേക്കും എല്ലാവർക്കും നന്ദി. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഇതാണ്, അതുപോലെ തന്നെ ഇമെയിൽ ID ഇതാണ്. അപ്പോൾ അതിലേക്ക് ചോദിക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.